വെൽക്കം ടു മൈ തലയും വാലുമില്ലാത്ത വ്ളോഗ്. ഇന്ന് വൈകുന്നേരം മാടായിപ്പാറയിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്നോട് ചോദിച്ചു, ദർശ ഒരു ഡാൻസ് വീഡിയോ എടുത്ത് തരുമോ? അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളും അതിൻ്റെ പ്രിപ്പറേഷൻസും പരിപാടികളൊക്കെയാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. മൂപ്പർക്ക് ഇതൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു. ഏച്ചിൻ്റെ ഡാൻസ് കണ്ടിട്ടാണെന്നൊന്നും അറിയില്ല, പശു അടക്കം ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ഏച്ചിൻ്റെ ഡാൻസ് ബാക്കപ്പ് ആയതോടെ ഇതൊക്കെ കണ്ട് നമുക്കൊരാഗ്രഹം, ഒരു ഡാൻസ് കളിച്ചാലോ. അങ്ങനെ അമ്മയും തട്ടകത്തിലേക്ക് ഇറങ്ങി. ത്രിലോകൻ രുദ്രാക്ഷൻ ഇതുപോലെ നല്ല വൈഡ് ഓപ്പൺ ഏരിയ കിട്ടിയാൽ അവർ ഹാപ്പിയാണ്. പിന്നെ ഓട്ടായി ചാട്ടായി ഇതേ കാണുന്നില്ലേ. ഇന്നിപ്പോൾ കുഴിയിലേക്ക് തുള്ളരാന്ന് ഇവരുടെ മെയിൻ പരിപാടി. അങ്ങനെ നിൽക്കെ അവൻ വന്നു, ശ്യാം പ്രകാശ്. ഒന്നും നോക്കണ്ട, വേറെ ഓവർ ആക്ടിങ് ആണ്. ഓനറിയാം ഞാനിവിടെ ഇല്ല കാര്യം. നോക്കണ്ടടാ ഉണ്ണി, ആർക്കും വേവ് അടിക്കാനറിയില്ല. ഇത് കോണെന്തല്ല നമ്മളെ കൊണ്ട് കേൾപ്പിക്കുന്ന കോപ്രായങ്ങളാണ്. അങ്ങനെ നമ്മൾ മെല്ലെ മാടായിപ്പാറയും ചലിച്ചു തുടങ്ങി. അതിൻ്റെ അടുത്ത് തന്നെ പല വെറൈറ്റീസ് ഓഫ് ടീ കിട്ടുന്നൊരു സ്റ്റോളുണ്ട്. അവിടുന്ന് ചായയും കുടിച്ച് തൊട്ടടുത്ത റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ കയറി. അങ്ങനെ നമ്മളെല്ലാവരും അവരവർക്ക് വേണ്ട ഫുഡ് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്ത്, ഏട്ടൻ ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഓർഡർ ചെയ്ത് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട്, ഞാൻ എക്സാജറേറ്റ് ചെയ്യുന്നില്ല, ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ അവിടുത്തെ പയ്യൻ വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ബിരിയാണി കഴിഞ്ഞു. ആർക്കും ദേഷ്യം വരുന്ന പോലെ ഏട്ടനും ദേഷ്യം വന്നു. ബട്ട് സ്റ്റിൽ ഏട്ടൻ വളരെ സംയമനത്തോടു കൂടിയാണ് ആ സിറ്റുവേഷൻ മൊത്തത്തിൽ ഹാൻഡിൽ ചെയ്തത്. അങ്ങനെ ഏട്ടനും നമ്മൾ ഓർഡർ ചെയ്ത് അതേ ഐറ്റം തന്നെ ഓർഡർ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇതോടുകൂടി എൻ്റെ ആദ്യത്തെ വ്ളോഗ് ഇവിടെ പര്യവസാനിക്കുന്നു. കൂടുതൽ വീഡിയോസായി വരാതിരിക്കാം. സോ ഇതുവരെ കണ്ടുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.